നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ദിശ മാറുന്ന അന്വേഷണം. യുവനടിക്കെതിരായ അപകീർത്തി ശ്രമത്തിൽ അന്വേഷണം സിനിമാ പ്രവർത്തകരിലേക്കും. സിനിമാ മേഖലയിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരെ കണ്ടെത്താൻ പോലീസിന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം. ആദ്യഘട്ടത്തിൽ ഡ്രൈവർമാരുടെയും പിന്നീട് അണിയറ പ്രവർത്തകരുടെയും വിവരങ്ങൾ ശേഖരിക്കും. ക്രിമിനൽ സ്വഭാവമുള്ള ഡ്രൈവർക്കൊപ്പം നടിയെ രാത്രി ഒറ്റയ്ക്ക് വിട്ടത് ഗുരുതര പിഴവെന്ന് പോലീസ്. ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ ലഹരി ഉപയോഗം നടക്കുന്നതായും കണ്ടെത്തൽ. ഇത്തരം കേന്ദ്രങ്ങൾ നിരീക്ഷിക്കാൻ ഷാഡോ പോലീസിനും കർശന നിർദ്ദേശം. അതേസമയം നടി ആക്രമിക്കപ്പെടുന്നതിന് ആഴ്ചകൾ മുമ്പ് തന്നെ പ്രതികൾ താരത്തെ പിന്തുടർന്നിരുന്നതായി വിവരം. ഏറെക്കാലമായി നടിക്ക് മലയാള സിനിമയിൽ അവസരം കുറഞ്ഞിരുന്നതിലും അന്വേഷണം. കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയാൻ പ്രത്യേക പോലീസ് കോർ ഗ്രൂപ്പ് വേണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. സംഭവത്തിൽ താരത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച മുഖ്യമന്ത്രി പിണറായിയും കോടിയേരിയും. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. കേസിന്റെ കാര്യത്തിൽ സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഇക്കാര്യത്തിൽ പോലീസിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് പ്രഖ്യാപനം. പൾസറെ തേടി പോലീസ്. കൊച്ചിയിൽ സിനിമാ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണം വഴിത്തിരിവിലേക്ക്. സംഭവത്തിൽ കൊട്ടേഷൻ സാധ്യതയെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന നൽകി നടിയുടെ മൊഴി. പ്രതികളിൽ ഒരാളായ തമ്മനം സ്വദേശി മണികണ്ഠനെ പാലക്കാട്ടെ ഒളിത്താവളത്തിൽ നിന്നും പോലീസ് പിടികൂടിയതോടെ മുഖ്യപ്രതിയിലേക്ക് എത്രയും വേഗം എത്താനാകുമെന്ന് പ്രതീക്ഷ. കേസിൽ നിർണായകമായി പൾസർ സുനിയുടെ 1 മാസത്തെ ടെലിഫോൺ സംഭാഷണ രേഖകൾ. തട്ടിക്കൊണ്ടുപോകലിന് ഒത്താശ ചെയ്തത് അറസ്റ്റിലായ സിനിമാ നിർമ്മാണ കമ്പനിയുടെ ഡ്രൈവർ കൊരട്ടി സ്വദേശി മാർട്ടിൻ. നടിയുടെ യാത്രാവിവരം ചോർത്തിയത് പണത്തിനു വേണ്ടി. പൾസർ സുനി കേരളം വിട്ട് പോയിട്ടില്ലെന്നും എത്രയും വേഗം ഇയാളെ അറസ്റ്റ് ചെയ്യുമെന്നും അന്വേഷണ സംഘം. അതേസമയം യുവനടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മുഖ്യപ്രതി പൾസർ സുനിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. കേസിൽ കുടുക്കിയത് മനഃപൂർവ്വമെന്നും താൻ നിരപരാധിയെന്നും ജാമ്യാപേക്ഷയിൽ പരാമർശം. സുനിക്ക് പുറമെ വിജീഷ്, മണികണ്ഠൻ എന്നിവരുടെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിയിൽ. ജയിൽ മാറാൻ നീക്കം. അനധികൃത സ്വത്ത് കേസിൽ ബംഗളൂരു ജയിലിൽ കഴിയുന്ന ശശികല ചെന്നൈ സെൻട്രൽ ജയിലിലേക്ക് മാറാൻ നീക്കം തുടങ്ങിയതായി വിവരം. പരപ്പന അഗ്രഹാര ജയിലിൽ നിന്നും മാറ്റം ആവശ്യപ്പെട്ട് ഉടൻ അപേക്ഷ സമർപ്പിച്ചേക്കും. തീരുമാനം ശശികലയുടെ വിശ്വസ്തനായ എടപ്പാടി പളനിസ്വാമി തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസം തെളിയിച്ച സാഹചര്യത്തിൽ. അതേസമയം DMK അംഗങ്ങളെ പുറത്താക്കിയ ശേഷം നടന്ന വിശ്വാസ വോട്ടെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് MK സ്റ്റാലിൻ നൽകിയ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി നാളെ വാദം കേൾക്കും. സഭയിൽ രഹസ്യ വോട്ടെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് പനീർശെൽവം വിഭാഗവും പ്രതിപക്ഷാംഗങ്ങളും നടത്തിയ പ്രതിഷേധ സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു. വിധി തേടുന്ന 4ാം ഘട്ടം. 4ാം ഘട്ട വിധിയെഴുത്തിനൊരുങ്ങി ഉത്തരദേശം. വികസനത്തിൽ നിന്നും വർഗീയതയിലേക്കും ബീഫ് രാഷ്ട്രീയത്തിലേക്കും വഴിമാറിയ പ്രചരണത്തിലെ അന്തിമവിധി ആർക്കൊപ്പമെന്നത് സമാജ്വാദിക്കും BJPക്കും നിർണായകം. തിരഞ്ഞെടുപ്പ് 12 ജില്ലകളിലെ 53 മണ്ഡലങ്ങളിലേക്ക്. പകുതി മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം 4ാം ഘട്ടത്തിൽ BJP നീങ്ങിയത് കടുത്ത വർഗീയ പരാമർശങ്ങളിലേക്ക്. റംസാന് വരുന്ന വൈദ്യുതി ദീപാവലിക്കും ഉണ്ടാകണമെന്ന മോദിയുടെ പരാമർശം വഴിവെച്ചത് കടുത്ത വാദപ്രതിവാദങ്ങൾക്ക്. അതേസമയം ഫത്തേപൂരിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ മോദി നടത്തിയ വിവാദ പരാമർശത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് കോൺഗ്രസ്. പ്രധാനമന്ത്രിയുടെ നടപടി കമ്മീഷൻ നിർദ്ദേശത്തിന്റെ നഗ്നമായ ലംഘനമെന്ന് ആരോപണം. മോദിയും അമിത്ഷായും ജനാധിപത്യത്തിൽ തീവ്രവാദം നടപ്പാക്കുന്നുവെന്നും വിമർശനം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.